ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളിൽ പുട്ട് എന്ന് പറയുന്നത് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. വിവിധതരം പുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 10 തരം പുട്ടുകളാണ് ഓരോ വീഡിയോയിൽ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതായ മാമ്പഴ പുട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി പഴുത്ത 4 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിൽ 3 സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരകി വയ്ക്കാം. അതിനുശേഷം 2 കപ്പ് അരിമാവ് ഒരു പാത്രത്തിലേക്കിടാം. ഞാനിവിടെ പുട്ടുപൊടിയല്ല എടുത്തിട്ടുള്ളത്, അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് അരച്ചു വെച്ച മാമ്പഴ പേസ്റ്റ് കുറേശ്ശെ ചേർത്ത് പുട്ടിൻ്റെ മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുടം വെള്ളമൊഴിച്ച് സ്റ്റൗവിൽ വച്ച ശേഷം പുട്ടുകുറ്റിയിലേക്ക് 2 സ്പൂൺ തേങ്ങ ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർക്കുക. വീണ്ടും തേങ്ങ ചേർത്ത് അങ്ങനെ കംപ്ലീറ്റ് ഫിൽ ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് റെഡിയായ പുട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ള പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഞാനെടുത്ത 4 മാമ്പഴത്തിൽ 2 എണ്ണം നേരത്തെ മാവിൻ്റെ കൂടെ ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 എണ്ണം കൂടി എടുത്ത് ചെറുതായി അരിഞ്ഞ് അതൊന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ അത് പുട്ടിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ കഴിയും. വളരെ രുചികരമായ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അടുത്ത പുട്ടിൻ്റെ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്